एक ഈ ഒരു വചനഭാഗത്തിന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ടാണ് ഇടുവാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ. यदि मैं उस समय में प्रार्थना करता, प्रेज़ लॉर्ड, तो ऐसा शायद नहीं होता करके वो एक प्रेज़ लॉर्ड भाग की ओर हमारे ध्यान हम लेकर आएंगे. ആ സാഹചര്യത്തിൽ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന ഒരു ചിന്തയാണ് നമ്മൾ ഓർക്കുവാൻ പോകുന്നത്. यहाँ पर हम देखते हैं योशुआ को एक अगला लीडर के द्वारा परमेश्वर ने नियुक्त कर रहा है. ഇവിടെ നമ്മൾ കാണുന്ന ഈ വചനഭാഗത്ത് യോശുവ ഒരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. मूसा ने योशुआ को ट्रेन किया, उन्हें इक्विप किया अगला एक लीडरशिप के लिए. മോശ അവിടെ യോശുവയെ ഒരു പുതിയ സ്ഥാനത്തിനു വേണ്ടി, ഒരു നേതൃസ്ഥാനത്തിനു വേണ്ടി തന്നെ പരിശീലിപ്പിച്ചു. और पालस्तीन को कब्जा किया और 12 गोत्रों में उनको डिवाइड करके दिया करके भी हम उसके बैकग्राउंड में हम देखते हैं. പാലസ്തീൻ പിടിച്ചടക്കി അവരുടെ 12 ഗോത്രങ്ങൾക്ക് വിവിധ ദേശങ്ങൾ വീതിച്ച് വിഭാഗിച്ചു കൊടുത്ത ഭാഗമൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. और ये सारे काम योशुआ के द्वारा, ही वॉज अ ग्रेट वॉरियर, इसके लिए उसके द्वारा ये 12 गोत्रों को 12 देश अलग करके दे रहा है. ഇതെല്ലാം യോശുവ മുഖാന്തരമാണ് നടന്നത്. കാരണം യോശുവ ഒരു നല്ല യോദ്ധാവായിരുന്നു. हालेलुया. और एक अच्छा अगुआ है करके हम उसके बारे में हम सीखते हैं. നല്ല ഒരു നേതാവായി, നല്ല ഒരു ലീഡറായി യോശുവയെ നമ്മൾക്ക് കാണുവാൻ കഴിയും. बहुत सारे पॉजिटिव बातें योशुआ के बारे में हमें सीखने के लिए और समझने के लिए है. യോശുവയെ കുറിച്ച് പഠിക്കാൻ നമ്മൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. योशुआ के बारे में बोलते ही हमारे मन में बहुत ही अच्छे अच्छे कार्य जल्दी से स्मरण में आता है. നമ്മൾ യോശുവയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് കൂടുതലും നല്ല കാര്യങ്ങളാണ്. He is very courageous, very efficient, बहुत ही हालेलुया प्रेज़ लॉर्ड अच्छी तरीके से हर एक कार्यों को करने वाला एक वाइब्रेंट यंग लीडर है करके योशुआ के बारे में हम सीखते हैं. നല്ല കഴിവുള്ള, നല്ല പ്രാപ്തിയുള്ള, നല്ല ഉത്സാഹമുള്ള, എല്ലാ കാര്യങ്ങളിലും നല്ലതായി ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ചെറുപ്പക്കാരനായി യോശുവയെ നമുക്ക് കാണാം. लेकिन उसकी जिंदगी में आया हुआ एक छोटा सा मिस्टेक, वो भी पवित्र आत्मा बाइबल में लिखने के लिए तैयार हो रहा है. എന്നാൽ ഇങ്ങനെ ഒരുവന്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ പരാജയവും കൂടെ ബൈബിളിൽ എഴുതി ചേർക്കുവാൻ പരിശുദ്ധാത്മാവ് മറന്നില്ല. हालेलुया. परमेश्वर जब हमारा विजय के बारे में या ऊंचाई के बारे में या पदवियों के बारे में जब अच्छे अच्छे कार्य बताते हैं, तभी भी हमारे जिंदगी में आने वाला कमियों को भी पवित्र आत्मा जरूर स्मरण करता है. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല കാര്യങ്ങളെയെല്ലാം പ്രശംസിക്കുമ്പോൾ, ആമേൻ, അതിനെയൊക്കെയും വർണ്ണിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പരാജയങ്ങളെയും കൂടി ഓർമ്മിപ്പിക്കാറുണ്ട്. हालेलुया. इसके लिए बाइबल बाइबल है. അതുകൊണ്ടാണ് വചനം यदि വചനമായിരിക്കുന്നത്. हर एक भले कार्य ही लिखना था तो वो कभी बाइबल नहीं होता था. നല്ലത് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അതൊരു വചനം എന്ന് പറയാൻ കഴിയില്ല. मेरे ऊंचाई के अनुभव, मेरे तराई के अनुभव, हर एक बातों को परमेश्वर के वचन हमें स्मरण दिलाते हैं. कभी कभी हमें वार्न करते हैं, कभी कभी हमें इक्विप करते हैं, कभी कभी हमें सिखाने का प्रयास करते हैं, कभी कभी हमें क्रिटिसाइज करते हैं. लेकिन परमेश्वर का वचन हमें बनाने के लिए, तैयार करने के लिए लिखा गया है. വചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയെ കുറിച്ചും നമ്മുടെ താഴ്ചയുടെ അനുഭവത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ശാസിക്കാനും, ചിലപ്പോൾ ഗുണീകരിക്കാനും, ആമേൻ, ചിലപ്പോൾ നമ്മളെ വിമർശിക്കാനും, അങ്ങനെ ഏതൊരു രീതിയിലും വചനം നമ്മെ പണിതെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്നാണ്. हालेलुया. कभी भी हमने लिया हुआ डिसीजन के बारे में क्या कभी हमने रिग्रेट किया है? നമ്മൾ എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനത്തെ കുറിച്ച് നമ്മൾ എടുത്ത ശേഷം അത് തെറ്റായിപ്പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? जब लिया तब सभी लोगों ने जबरदस्ती किया, नहीं तो सभी लोगों ने प्रोत्साहित किया, इसके लिए ले लिया, लेकिन बाद में अरे लेना नहीं चाहिए था, वैसा क्या कभी हमने सोचा है? ആ തീരുമാനമെടുത്ത സമയത്ത് എല്ലാവരും നന്നായിട്ട് നമ്മളെ ഉത്സാഹിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, നന്നായി പോയി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അയ്യോ അത് എടുക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. योशुआ की जिंदगी में ऐसा ही घटना हो रहा है और उसकी और आज दिन आज सुबह हम परमेश्वर के वचन से मनन करेंगे. ഇങ്ങനെ ഒരു കാര്യമാണ് ജോഷുവയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. गिबियोनाइट्स के द्वारा योशुआ
और परमेश्वर की लोग एक डिसीविंग एक जाल में फंसते हुए एक अनुभव को हम वहां पर देख रहे हैं. ഗിബെയോൻ നിവാസികൾ എന്ന ദേശക്കാര് നിമിത്തം അവർ ഉപയോഗിച്ച ഒരു ഉപായ നിമിത്തം യോശുവയും കൂട്ടരും ചതിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് നമ്മൾ വായിക്കുന്നത്. हालेलुया. प्रार्थना किए बगैर जब एक कार्य करने के लिए कोशिश करते हैं, वहां पर हम शत्रु के जाल में फंस जाते हैं करके वहां पर एक अच्छा उदाहरण हम देखते हैं. പ്രാർത്ഥന കൂടാതെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയത് നിമിത്തം അവിടെ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. बाहरी तौर के बातों को देखते हुए हम काफी बार कन्विंस हो जाते हैं, लेकिन सच्चाई जब हम जानना शुरू करते हैं तब पता चलता है कि हमने जो बाहर से देखा है वो नहीं था, सच्चाई कुछ और वहां पर हो रहा है. പുറമേ ഉള്ള ഭംഗി കണ്ട് അല്ലെങ്കിൽ പുറമേ നമ്മൾ കണ്ട സാഹചര്യത്തെ നോക്കി നമ്മൾ വിധിച്ച് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് വെറും പുറമേ ഉള്ളതായിരുന്നു, അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇതൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് ചിന്തിച്ചപ്പോഴാണ് തെറ്റിപ്പോയെന്ന് മനസ്സിലായി. और वहां पर पराजय अनुभव करना शुरू करते हैं, लेकिन परमेश्वर का वचन हालेलुया गिरने वाले उस अनुभव से भी परमेश्वर हमें उठा सकता है करके उस जगह पर हम परमेश्वर के वचन से परमेश्वर में हियाव दे रहा है. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പരാജയപ്പെടേണ്ടിയതായി വരുന്നത്. എന്നാൽ അങ്ങനെ പരാജയപ്പെട്ടവനെയും വിജയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവസ്നേഹത്തെ നമ്മൾ അവിടെ വായിക്കുന്നു. लेकिन एक बात है, परमेश्वर की ओर देखना बहुत जरूरी है. എന്നാൽ അതിന് ഒരു കാര്യം ചെയ്തേ പറ്റുകയുള്ളൂ, നാം ദൈവമുഖം അന്വേഷിക്കണം. In everything look on to God. परमेश्वर की ओर हमारे नजर लगाना बहुत जरूरी है. परमेश्वर का वचन हमें हियाव देता है. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. योशुआ के बारे में जब हम पढ़ते हैं, हमें योशुआ की किताब 6 अध्याय में यरीहो के शहरपनाहों को कब्जा करने वाले अनुभवों को हम वहां पर देखते हैं. യോശുവയുടെ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിലാണ് യെരിഹോ പിടിച്ചടക്കുന്ന അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്നത്. हालेलुया. तभी उन्होंने परमेश्वर की ओर देखा और परमेश्वर ने उसके लिए युद्ध करते हुए यरीहो के शहरपनाहों को पकड़ने के लिए परमेश्वर ने सामर्थ्य दिया था. ആ സാഹചര്യത്തിൽ അവർ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിന്റെ മുഖത്തേക്ക് ആമെ നോക്കിയത് കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് യെരിഹോ പിടിച്ചടക്കുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്തു. और योशुआ की किताब 8वें अध्याय में आई नाम के उस शहर को भी कब्जा करते हुए अनुभवों को हम पढ़ते हैं. 8-ാം അധ്യായം വരുമ്പോൾ ഹായ് പട്ടണത്തെ അവർ ജയിക്കുന്നതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. और इस योशुआ और इसराइलियों के कारण उस पूरे कनान के देश में हालेलुया भय छा गया करके हम वहां पर देखते हैं. യോശുവയെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമുള്ള ഭയവും ഭീതിയും ജാതികളുടെ ഇടയിൽ പരന്നു എന്ന് നമ്മൾ വായിക്കുന്നു. और वहां पर परमेश्वर ने ऑलरेडी उनको आज्ञा दिया था और वायदा दिया था कि तुम्हारे द्वारा हम पूरे शत्रुओं को मिटा देंगे और कनान को कब्जा करने के लिए परमेश्वर का सहायता तुम अनुभव करेंगे करके योशुआ को कहा गया था. അവിടെ വെച്ച് ദൈവം യോശുവയ്ക്ക് കൊടുത്ത ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. യോശുവയെ നീ മുഖാന്തരം ഇസ്രായേൽ സകല രാജ്യങ്ങളെയും ശത്രുവിനെയും പിടിച്ചടക്കി യുദ്ധങ്ങൾ ജയിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം ദൈവം യോശുവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. उसके बारे में बुक ऑफ डिट्रोनमी 7वें अध्याय 1 और 2 में लिखा गया है. पढ़ने के लिए समय के कमी के कारण पढ़ना नहीं चाहूंगा, लेकिन बुक ऑफ डिट्रोनमी चैप्टर 7 वर्सेस 1 and 2 में वो घटना वहां पर बताया गया है. അതിന്റെ ചരിത്രവും ആ കാര്യങ്ങളും എല്ലാം ആവർത്തന പുസ്തകം 7-ന്റെ 1-2 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. और इनके विजयों के बातें खबर जब कनान के उस राजाओं ने सुना, अनेक राजा हैं, सभी लोग एक मन के साथ एक हो गए. एंड दे यूनाइटेड देमसेल्फ और इस्राएल के खिलाफ युद्ध लड़ने के लिए वे षड्यंत्र बना रहा है. ഇവരെ കുറിച്ച് കേട്ട ശത്രുക്കൾ എല്ലാം കൂടെ ഒരുമിച്ച് ശത്രു രാജ്യങ്ങളും രാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വിരോധമായി കൂടിയാലോചിച്ചു. लेकिन उसी कनान के एक गोत्र है गिबियोनाइट्स, उनसे वहां के एक लोकल ट्राइब है. हालेलुया. और गिबियोनाइट समझ गया कि हम युद्ध लड़ने से कभी भी इनका सामना हम कर नहीं पाएंगे. ഇപ്പോൾ അവർ കനാൻ ദേശക്കാരായ ഗിബിയോൻ നിവാസികൾ ഇങ്ങനെ മനസ്സിലാക്കി, ഇനി ഇവരോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ
യാതൊരു സാധ്യതയും കാണുന്നില്ല. क्योंकि वे नहीं बल्कि उनका यहोवा परमेश्वर उन्हें युद्ध में विजय दे रहा है. കാരണം അവര് യുദ്ധം ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ യുദ്ധത്തിൽ അവർക്ക് യഹോവ അവർക്ക് വിജയം കൊടുക്കുന്നു. आज सुबह एक सच्चाई कहना चाहूंगा, हम नहीं, हमारे लिए एक परमेश्वर है जो युद्ध लड़ता है. ഇന്ന് രാവിലെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മളല്ല, നമുക്ക് വേണ്ടി കർത്താവാണ് യുദ്ധം ചെയ്യുന്നത്. हालेलुया. हमारा कोई खासियत नहीं है, कोई प्रेस्टोड खूबी बोलने के लिए नहीं है, बल्कि यहोवा हमारे लिए युद्ध लड़ता है. നമ്മുടെ യാതൊരു കഴിവും പ്രാപ്തിയും ഒന്നും നമുക്ക് പറയുവാനില്ല. ദൈവമാ നമുക്ക് വേണ്ടി സമയാസമയങ്ങളിൽ യുദ്ധം ചെയ്ത് ജയം തരുന്നത്. हमारे कमजोर हाथों को उस बलवंत हाथ में रखना काफी है. यहोवा हमारे लिए युद्ध में विजय देता है. നമ്മുടെ ബലഹീനമായ കരങ്ങളെ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയാകും. सच में हमारे हाथ तो बलहीन है. നമ്മുടെ കരം വാസ്തവത്തിൽ ബലഹീനമാണ്. उस बलवंत हाथों में रखना बहुत जरूरी ആ है. ബലമുള്ളവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരം കൊടുക്കണം. यहाँ पर उस आयत की ओर हम आएंगे. यहाँ पर गिबियोनाइट्स ने समझा कि युद्ध लड़ने से कभी भी हमें जय नहीं पाने वाले ഇവിടെ हैं. ഗിബിയോൻ നിവാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇസ്രായേലിനോട് യുദ്ധം ചെയ്താൽ ജയമൊന്നും इसके ലഭിക്കില്ല. लिए वे डिसेप्शन एक ट्रिक यूज करने के लिए कोशिश कर रहे ताकि इसराइलियों के साथ वे मिल जाए. അതുകൊണ്ട് അവർ ഒരു ഉപായം അന്വേഷിച്ച് ഒരു ചതിവ് ചെയ്യുവാനായി അവർ തീരുമാനിച്ചു. हालेलुया. और उन्होंने ऐसा एक माहौल बनाया कि वे काफी लंबे सफर करके बहुत ही दूर राज्य से यात्रा करते हुए आ रहे हैं करके दिखाने के लिए, दिखावा करने के लिए वे कोशिश कर रहे हैं. അതുകൊണ്ട് അവരെല്ലാം കൂടെ തീരുമാനിച്ച് ഒരുങ്ങി അനേകം പഴയ സാധനങ്ങളെല്ലാം ധരിച്ചും കരുതിയും ഒരു ദൂരദേശ യാത്രക്കാരെ പോലെ അവർ അവരെ തന്നെ ഒരുക്കി. हालेलुया. और इनके पास आकर शांति और समाधान का एक आलोचना इनके साथ करने के लिए वे कोशिश कर रहे അവർ हैं. ഇസ്രായേലിനെ വന്ന് കണ്ട് അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചു. सच में गिबियोनाइट्स वहां से 25 माइल दूर ही रहने वाले लोग हैं. ഈ ഗിബിയോൻ നിവാസികൾ എന്ന് പറഞ്ഞാൽ കേവലം 25 മൈൽ ദൂരം മാത്രമേ ഇവരിൽ നിന്നുള്ളൂ. लेकिन उन्होंने ऐसा बनाया कि वे काफी दिनों से यात्रा शुरू किया है. बहुत ही दूर देश से वे इनके पास आए हुए हैं. എന്നാൽ അവർ അനേകം നാളുകൾ കൊണ്ട് യാത്ര ചെയ്ത് മൈലുകൾക്കപ്പുറം നിന്ന് ദൂരദേശ യാത്ര ചെയ്ത് വന്നതുപോലെ അഭിനയിച്ചു. उनका रोटी पुराना हो गया. उनका दाकरस पुराना हो गया. उनका चप्पल भी काफी पुराना हो गया. उनका वस्त्र भी काफी पुराना. ऐसा दिखावा इस योशुआ के लोगों के पास आकर वे दिखाने के लिए कोशिश कर रहे हैं. അവരുടെ റൊട്ടി പൂത്തിരുന്നു, അവരുടെ വീഞ്ഞ് അത് പുളിച്ചിരുന്നു. അങ്ങനെ അവർ പഴയ ചെരുപ്പ് ധരിച്ച് കീറിയ വസ്ത്രം ധരിച്ച് അങ്ങനെ യോശുവയുടെ മുന്നിൽ വലിയ ഒരു अभिनय നടത്തി. एक ही कारण है, आकर उनके साथ एक कवनेंट, एक मेल मिलाप का एक 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 कवनेंट की ओर आने के लिए वे कोशिश कर रहे हैं. അവിടെ അവർ ശ്രമിച്ചത് യോശുവയുമായി ഒരു നിയമം, ഒരു ഉടമ്പടി ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിച്ചത്. एक वाचा बनाने के लिए वे कोशिश कर रहे हैं. അവർ ഒരു ഉടമ്പടി എടുക്കുവാനാണ് ശ്രമിക്കുന്നത്. और उन्हें पता है कि ये यदि एक वाचा में आ गया तो कभी भी वाचा से पीछे हट नहीं सकते हैं. ഇനി ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവർക്ക് മാറാൻ പറ്റത്തില്ലെന്ന് അവർ നന്നായി അറിഞ്ഞു. इस्राएली लोग जानने से ज्यादा शत्रु जानते हैं कि हमने यदि एक वाचा में कवनेंट में आया है तो उसमें से हम पीछे नहीं हट सकते हैं. അവിടെ ഇസ്രായേൽ മക്കളെക്കാളും നന്നായിട്ട് ശത്രുക്കൾക്ക് അറിയാമായിരുന്നു ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനകത്ത് നിന്ന് മാറാൻ പറ്റത്തില്ല എന്നുള്ളത്. लेकिन आजकल परमेश्वर के लोग भूल जाते हैं कि हमने परमेश्वर के साथ क्या क्या वाचा बांधा था. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വന്നിരിക്കുന്നത് ദൈവമക്കൾ അവർ ദൈവവുമായി എടുത്തിരിക്കുന്ന ഉടമ്പടികളെല്ലാം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. लेकिन शत्रु जानता है कि हमने लिया वो वाचा से हम पीछे नहीं हट सकते हैं. എന്നാൽ ശത്രുവിനറിയാം നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ നിന്ന് നമ്മൾക്ക് മാറാൻ പാടില്ല എന്നുള്ളത്. हालेलुया. और उसी प्रकार गिबियोनाइट्स इस्राएलियों के पास आ रहे हैं और सबसे पहले उनके साथ एक वाचा बांधने के लिए कोशिश कर रहा है. ഇങ്ങനെ ഈ ഗിബിയോൻ നിവാസികൾ ഇസ്രായേലിന്റെ അടുക്കൽ വന്ന് അവരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യിപ്പിക്കുവാനുള്ള
നിർബന്ധം അവരുടെ മേലുണ്ടാക്കി. हालेलुया। हम बाहरी तौर से देखने वाला हर एक बात हमारे लिए शायद अनुकूल नहीं है। നമ്മൾ പുറമേ കാണുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് അനുകൂലമാകണമെന്നില്ല. हालेलुया। प्रेज़ लॉर्ड। ईव के पास, हवा के पास जब सर्प आता है, वो बताता है कि ये फल खा लो, आपको परमेश्वर के समान आप बन जाएंगे करके उन्हें कन्विंस कर रहा है। ഹവ്വയുടെ അടുക്കൽ പിശാച് ആമേൻ വന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. ആമേൻ പാമ്പ് വന്നിട്ട് ഹവ്വയോട് പറയുകയാണ്, നീ ഈ ഫലം കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. हालेलुया। और उसी प्रकार बाकी का इतना फल है वो उसकी ओर ध्यान नहीं है, बल्कि जो परमेश्वर ने मना किया है वही खाने के लिए उन्हें कन्विंस कर रहा है। അവിടെയുള്ള എത്രയോ ഫലങ്ങളുണ്ട്, എന്നാൽ അതൊന്നുമല്ല ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിക്കാൻ തന്നെ അവരെ നിർബന്ധിച്ചു. हमें प्रेज़ लॉर्ड, शैतान का बहुत बड़ा एक योजना है कि हमें टेम्प्ट करे, परमेश्वर के साथ हमने जो वाचा बांधा है उसमें से हमें पीछे लेकर आए। ദൈവവുമായി നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള നമ്മുടെ ഉടമ്പടിയെ എങ്ങനെയെങ്കിലും തെറ്റിക്കാനാണ് ആദ്യം മുതലേ പിശാചിന്റെ ശ്രമം. हालेलुया। और यहाँ पर उस अध्याय 9वें अध्याय योशुआ 9वें अध्याय 7 से लेकर 14 तक जो आयतों को हम पढ़ते हैं, प्रेज़ लॉर्ड, वहां के उस प्रोविजन को देखकर, वहां के उस सैंपल को देखकर लोग कन्विंस हो गए हैं। അവിടെ 9-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ കാരണം അവർ ആ ജനങ്ങളെല്ലാം അവർ അതിനകത്ത് വശീകരിക്കപ്പെട്ടു. हालेलुया। प्रेज़ लॉर्ड। पुराने खाना, पुराने वस्त्र और उनके बड़े नम्र शब्दों को सुनते हुए वे कन्विंस हो गए हैं। അവരുടെ പഴയ വസ്ത്രങ്ങളും അവരുടേതായിരിക്കുന്ന ഇല്ലായ്മകളും എല്ലാം കണ്ട് ആ ആളുകൾ നന്നായിട്ട് അതിനകത്തേക്ക് വശീകരിക്കപ്പെടുവാൻ, ആകർഷിക്കപ്പെടുവാൻ ഇടയായി. कभी कभी अच्छे अच्छे बातों को जब सुनते हैं we get convinced, हालेलुया, और लगता है कि वो सच्चे बातें हैं। ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് അത് ശരിയാണെന്ന് തോന്നി നമ്മൾ അതിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെടും. मैं खास तौर से इन दिनों में बहुत प्रार्थना कर रहा हूं कि प्रेज़ लॉर्ड, एक डिसर्निंग स्पिरिट बहुत ही अच्छी तरीके से होना बहुत जरूरी है। ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നല്ലൊരു വിവേചന വരം തരണമേ I mean, अब तक तो कलीसिया को चलाने के लिए डिसर्निंग था, लेकिन अभी जिम्मेदारी जब बढ़ गया है तो और भी डिसर्निंग स्पिरिट होना जरूरी है। ഈ നാളുകളിൽ വരെ ദൈവസഭയെ നടത്തിയാൽ മതിയായിരുന്നു, എന്നാൽ ഇപ്പോൾ ഉത്തരവാദിത്വം കൂടുന്തോറും അധികം വിവേചന വരം വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. क्योंकि लोग जैसे कहते हैं वैसा कभी नहीं होते हैं। ചില ആളുകളൊന്നും അവർ പുറമെ സംസാരിക്കുന്നത് പോലെ അല്ല അവരാരും. हाल ही में एक व्यक्ति से मैं जब बात कर रहा था, उनसे पूछा कि फलाना व्यक्ति आया है, तो बोला कि हाँ पास्टर जी वे आया है। ഒരു വ്യക്തിയോട് ചോദിച്ചു, സംസാരിച്ചു വന്നപ്പോൾ ഇന്ന വ്യക്തി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു. हम कन्वेंशन में साथ में वहां पर मिल रहे हैं, तो मैंने पूछा कि क्या वे आए हैं, तो बोला कि हाँ आया हुआ है। ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഇന്ന ആള് വന്നിട്ടുണ്ടോ, കൺവെൻഷനിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. मैंने पूछा कहाँ है, बोला कि खाना खाने के लिए गया है। ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിക്കാൻ പോയിട്ടുണ്ട്. I mean, और उनका बोली भी इतना कन्विंसिंग था कि हम विश्वास कर लेते हैं। ആ വ്യക്തിയുടെ സംസാരത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കും. लेकिन मेरे अंदर ही अंदर मुझे ऐसा लगा कि वो जो बोल रहे हैं वो झूठ बोल रहा है। എന്നാൽ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു, കള്ളമാണ് പറയുന്നത്. मैंने बोला कि मेरे से मिलके ही जाना, उनसे बोलना कि मेरे से आके मिलके जाए। ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറയണം. मैंने कहा कि मैं यहाँ पर ही आपका इंतजार कर रहा हूँ, उनसे मिलके जाने के लिए कहा। ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ എന്നെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. तब वो कह रहा है कि वो आया नहीं है करके। അപ്പോഴാ പറഞ്ഞത് ഇല്ല വന്നില്ല പാസ്റ്റർ. हालेलुया, प्रेज़ लॉर्ड। वो कन्वेंशन तक आया नहीं है, फिर भी कहता है कि वो आया है, खाना खाने के लिए गया है। കൺവെൻഷന്റെ ഏരിയയിൽ പോലും വരാത്ത ആള് വന്നിട്ടുണ്ട്, കഴിക്കാൻ പോയെന്ന് പറയുന്ന ആളുകൾ. हालेलुया, प्रेज़ लॉर्ड। हम कितना कन्विंस हो जाते हैं, लेकिन हालेलुया उसको समझने के लिए एक डिसर्निंग होना बहुत जरूरी है। എത്രയോ കള്ളത്തരങ്ങളും അഭിനയങ്ങളും നടത്തുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു വിവേചന വരം വേണം. I mean, इन दिनों में मैं बहुत प्रार्थना कर रहा हूँ, आपसे भी हम प्रार्थना मांगते हैं, प्रेज़ लॉर्ड, हालेलुया। परमेश्वर की सेवकाई करने के लिए डिसर्निंग होना बहुत जरूरी है। നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് വരെ അനുഗ്രഹമായിരുന്നു, വീണ്ടും നിങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്നു, കർത്താവിന്റെ വേല ചെയ്യുവാൻ ആവശ്യമാകുന്ന വിവേചന വരം ലഭിക്കേണ്ടത്. हालेलुया। और यहाँ पर योशुआ, प्रेज़ लॉर्ड, बड़े बड़े शहरपनाहों को गिराया है, बड़े बड़े शहरों को कब्जा किया है, लेकिन एक छोटे से बात के सामने वे कन्विंस हो गए हैं। ഇവിടെ യോശുവ വലിയ വലിയ പട്ടണങ്ങൾ പിടിച്ചടക്കിയ വ്യക്തിയാണ്, വലിയ വലിയ യുദ്ധങ്ങൾ
ജയിച്ച വ്യക്തിയാണ്, പക്ഷെ ചെറിയൊരു അഭിനയത്തിൽ താൻ വശീകരിക്കപ്പെട്ടു. हालेलुया। उन्होंने सोचा, इन्होंने जब आकर बड़े नम्र शब्दों से कहा, वे विश्वास कर लिया कि सच में इन लोग ऐसे दूर जगह से आए हुए होंगे करके। ഇവർ കടന്നു വന്ന ഇവരുടെ പഴയ അവസ്ഥകളൊക്കെ കണ്ട്, ഇവരുടെ അഭിനയം കണ്ട്, ഇവരുടെ താഴ്മയുള്ള ശബ്ദം കണ്ട് യോശുവ വാസ്തവത്തിൽ വിചാരിച്ചു ശരിക്കും ഇവർ ദൂരയാത്രക്കാരാണ്. ह्यूमन वॉइस के सामने हम काफी बार कन्विंस हो जाते हैं, लेकिन ह्यूमन वॉइस के सामने हम डिसीव्ड हो सकते हैं। उस समय परमेश्वर की आवाज सुनना बहुत जरूरी है। മാനുഷിക ശബ്ദത്തിന്റെ മുന്നിൽ പലപ്പോഴും നമ്മൾ വശീകരിക്കപ്പെടാറും സ്വാധീനിക്കപ്പെടാറുമുണ്ട്. നമ്മൾ പലപ്പോഴും ചതിക്കപ്പെടാറുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളിൽ ദൈവമുഖം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. जब जिंदगी सारे बातों में अच्छी तरीके से चल रहा है, तब हमारा प्रार्थना कम हो जाता है, हमारा परमेश्वर पर भरोसा कम हो जाता है। तब शैतान अपने तंत्रों को हमारे सामने लेकर आने का कोशिश करता है। ജീവിതം വളരെ സുഖകരമായി പോകുമ്പോൾ, വിജയകരമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് കുറവ് വരും. അങ്ങനെയുള്ള സാഹചര്യം നോക്കി പിശാച് നമ്മളെ ചതിക്കുവാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കും. और जो डिसीजंस हम लेते हैं वो हमारे लिए बड़ा महंगा पड़ जाता है। നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മൾക്ക് വളരെ വില മുടക്കേണ്ടതായി വരുമെന്നുള്ളത് അറിയുക. याकूब की पत्री उसके पहले अध्याय 5वीं आयत में कहता है, इफ एनी ऑफ यू लैक विजडम यू शुड आस्क गॉड। यदि हम में ज्ञान कम है तो परमेश्वर से मांगे, वो ज्ञान का जो भंडार है वो हमारे लिए ज्ञान देने वाला परमेश्वर है। യാക്കോബിന്റെ ലേഖനം 1:5 നമ്മളോട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അവൻ യാചിക്കട്ടെ. काफी बार हम किस बात से रिग्रेट करते हैं? 5 शब्दों में हम कह देते हैं, I didn't pray about it। मैं उस विषय के लिए प्रार्थना कर नहीं पाया। कहकर हम काफी बार निराश हो जाते हैं। നമ്മൾ പലപ്പോഴും പറഞ്ഞ് വിഷമിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആ വിഷയത്തിന്റെ മേൽ ശരിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. जब उसके गलत रास्ते में हम गिर जाते हैं या गलत निर्णय ले लेते हैं, उसका कॉन्सिक्वेंसेस जब हम सफर करना पड़ता है, तब हम कहते हैं आई कुडंट प्रे अबाउट दैट। मैं उस विषय के लिए प्रार्थना कर नहीं पाया बोलकर हम काफी बार रिग्रेट करते हैं। ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്ന് വീണ് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഇരുന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ്, വാസ്തവത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. हालेलुया। और यहाँ पर प्रेज़ लॉर्ड इनके बातों को सुनकर हालेलुया वे कहते हैं कि हमें प्रेज़ लॉर्ड आपके गुलाम बना दो। हालेलुया। गिबेयोनाइट्स आकर इस्राएल से कहता है कि हम आपके गुलाम बनने के लिए तैयार है, किसी भी काम के लिए हमें रख दो, हम वो भी करने के लिए तैयार है। जब कहा, अच्छे शब्दों को सुनकर हालेलुया उनके साथ एक वाचा वे बांध रहे हैं। ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിരിക്കാം എന്ന് ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് പറഞ്ഞതനുസരിച്ച് അവരുടെ ആ അപേക്ഷ കേട്ട് അവരുമായി അവർ ഒരു ഉടമ്പടിയിൽ വരുവാനിടയായി. हालेलुया। और प्रेज़ लॉर्ड जब ये निर्णय योशुआ और अपने लोगों ने मिलकर उस वाचा बांधा, उसके बाद में पता चल रहा है कि गलती हो गया, लेकिन वो गलती कभी सुधार नहीं पाएंगे। അവിടെ അവരുമായി ഒരു ഉടമ്പടി ചെയ്ത് അവർ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് യോശുവ തിരിച്ചറിയുന്നത്, ചതിക്കപ്പെട്ടു, ഇനി ഈ ഉടമ്പടിയിൽ നിന്ന് മാറാൻ ഒരു വഴിയില്ല. जल्दी से आगे बढ़ना चाहूंगा। उसके दूसरे सामुएल की किताब उसके 21 अध्याय 1 और दूसरे आयत में हम देखते हैं 2 सामुएल चैप्टर 21 वर्सेस 1 and 2। वहां पर शाऊल राजा के द्वारा होने वाला एक गलती के कारण क्या बड़ा समस्या पूरे इस्राएल सहना पड़ा करके वहां पर बताया गया है। 2 ശമൂവേൽ 21:1-2 വാക്യങ്ങൾ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബിയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹനിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബിയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബിയോന്യർ ഇസ്രായേല്യരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബിയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു.
ഗിബിയോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾ കേൾപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വ്രതനായ ശൗലിന്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഒഴിവാക്കി. അയ്യാവിന്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫീബോശത്തിനെയും, ശൗലിന്റെ മകളായ മീഖൾ മെഹാലോത്യൻ ബർസില്ലായിയുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് गिबेयोनियരുടെ കയ്യിൽ ഏൽപ്പിച്ചു. बस काफी लंबे बातें हैं. वहां पर हम देखते हैं कि प्रेस लॉर्ड हमें कितने पीढ़ी बीत गए हैं, लेकिन प्रेस लॉर्ड शाऊल के द्वारा किया गया हुआ एक गलती के कारण पूरे देश में 3 साल तक अकाल हो गया. അവിടെ നമ്മൾക്കറിയാം, അനേകം തലമുറകൾക്ക് ശേഷം ശൗല് ചെയ്ത ഒരു തെറ്റ് നിമിത്തം അവിടെ 3 വർഷത്തെ മഹാക്ഷാമമുണ്ടായി. हालेलुया. गिबियोनियों के साथ जो वाचा बांधा था, उस वाचा को शाऊल राजा के कारण थोड़ा सा फर्क हुआ, उसके कारण पूरे इस्राएल में 3 साल का अकाल हो गया. അവിടെ ഗിബിയോന്യരുമായി പണ്ട് ചെയ്ത ഉടമ്പടിയിൽ ശൗല് വരുത്തിയ അവൻ അയവ് നിമിത്തം അവിടെ തെറ്റ് സംഭവിച്ചത് നിമിത്തം അവർക്ക് 3 സംവത്സരം വലിയ ക്ഷാമമുണ്ടായി. इस 3 साल में अनेक लोग भूखे मरना पड़ गया, बहुत समस्याओं का सामना करना पड़ गया. हालेलुया. प्रेस लॉर्ड. क्या क्या प्रेस लॉर्ड दर्दों को सहना पड़ा, क्या कारण है? उस समय में लिया हुआ निर्णय, परमेश्वर से आलोचना नहीं मांगा और उसके अगले पीढ़ी भी उसका शिक्षा भोगना पड़ रहा है. 3 സംവത്സരം ഉണ്ടായ ക്ഷാമനിമിത്തം അവർക്ക് അനേക ജീവൻ നഷ്ടപ്പെടുവാനിടയായി, അനേക നാശനഷ്ടങ്ങൾ ഉണ്ടായി, ആളുകളുടെ ജീവൻ കുരുതി കൊടുത്തു. അവൻ ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരുവനെടുത്ത ഒരു ഉടമ്പടി, ഒരു തീരുമാനം, അതാണ് ഇതിന്റെ എല്ലാം കാര്യം. हालेलुया. प्रेज लॉर्ड. लेने वाला निर्णय के पीछे परमेश्वर का हाथ होना बहुत जरूरी है. इसके लिए परमेश्वर से आलोचना मांगना बहुत जरूरी है. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. एक छोटा सा निर्णय अगला पीढ़ी आने वाले पीढ़ियों को भी उसका शिक्षा सहना पड़ जाएगा. നാം എടുക്കുന്ന ഒരു തെറ്റായ ചെറിയ തീരുമാനം വരുന്ന തലമുറയ്ക്ക് വലിയ ഒരു അനർത്ഥത്തിനും പരിണിത ഫലത്തിനും കാരണമായി. योशुआ जब यरीहो के सामने था, परमेश्वर से उसने आलोचना मांगा था. യെരിഹോ പട്ടണം പിടിച്ചടക്കുവാൻ യോശുവ ദൈവത്തോട് ആലോചന ചോദിച്ചു. योशुआ जब के शहर को पकड़ने के लिए गया, तभी भी परमेश्वर से आलोचना मांगा था. ഹായ് പട്ടണത്തിന് നേരെ ചെന്നപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചു യോശുവ. बड़े बड़े युद्ध लड़ने के समय में परमेश्वर से वो आलोचना मांगता है. വലിയ യുദ്ധങ്ങൾക്ക് മുന്നമേ ദൈവത്തോട് ആലോചന ചോദിച്ചവനായ യോശുവ. लेकिन ये छोटा सा निर्णय है, सोचकर उसने अपने बुद्धि के अनुसार, अपने समझ के अनुसार उसने लिया हुआ निर्णय, अनेक पीढ़ियों में वो दर्द सहना पड़ गया. എന്നാൽ ഈ ഒരു കാര്യം ഇതെന്താ, ഇതൊരു ചെറിയ വിഷയമല്ലേ എന്ന് ചിന്തിച്ച് സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് എടുത്ത ഒരു തീരുമാനം അനേക തലമുറകൾക്ക് അതിൻ്റെതായ വേദന അനുഭവിക്കേണ്ടതായി വന്നു. हालेलुया. ये वचन के भाग बहुत ही गंभीर है. बड़े ध्यान से हमारे मसीह जिंदगी जीना बहुत जरूरी ഈ है. ഒരു വചനഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നതെന്നാണ്. നമ്മൾ ശ്രദ്ധയുള്ള ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നത്. हालेलुया. कल रात को हम काफी लेट आए विजिटिंग से. प्रेसोड मैं कल रात को बैठकर परमेश्वर के सम्मुख बैठकर प्रार्थना कर रहा था कि आज सुबह क्या वचन के भाग बांटना है, और पवित्र आत्मा ने ये एक भाग की ओर मुझे प्रेसोड गाइड किया. इसके लिए प्रेसोड आज सुबह इस बातों को मैं कह रहा हूँ. ഇന്നലെ രാത്രിയും ഭവന സന്ദർശനം കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ടാണ് ഭവനത്തിൽ വന്നത്. അപ്പോൾ ദൈവമേ, എന്ത് സംസാരിക്കണം, ഏത് വചനഭാഗം ചിന്തിക്കണമെന്ന് ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് നടത്തിയത്. हालेलुया. परमेश्वर हमसे प्रेम करते हैं, इसके लिए लेने वाले निर्णय सबसे पहले परमेश्वर से आलोचना मांग कर ही हमारे कदमों को हम रखने पाए. ദൈവം നമ്മെ വളരെ സ്നേഹിക്കുന്നുണ്ട്.
എന്നാൽ ജീവിതത്തിൽ എന്തൊരു തീരുമാനമെടുത്താലും വളരെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രമേ ഒരു കാൽച്ചുവട് നമ്മൾ വയ്ക്കാവൂ. काफी बातें वहां पर स्मरण दिलाने की, लेकिन समय खत्म होने के कारण मैं वहां पर बंद करना चाहूंगा. लेकिन प्रेज़ लॉर्ड, हमारे जिंदगी में लेने वाला एक एक निर्णयों के पीछे परमेश्वर का हाथ होना बहुत जरूरी है. അവിടെ ഇനിയും അനേകം കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഇത്രമാത്രം പറയട്ടെ, ഏതൊരു തീരുമാനത്തിന്റെ പുറകിലും വളരെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ആലോചനയും ചോദിക്കേണ്ടിയിരിക്കുന്നു. We need the approval of God. ദൈവത്തിന്റെ അംഗീകാരം നമ്മൾക്ക് ആവശ്യമാണ്. हालेलुया, प्रेज़ लॉर्ड. हम कल रिग्रेट करने ना पाए कि यदि मैं उस समय प्रार्थना करता तो ऐसा शायद नहीं होता. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പശ്ചാത്തപിക്കുവാൻ ഇടയാകരുത്, ഇങ്ങനെ പറയേണ്ടി വരുവാൻ ഇടയാകരുത്, അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇന്നിത് വരികയില്ലായിരുന്നെന്ന് പറയാൻ हालेलुया, ഇടയാകരുത്. छोटे बात हो या बड़े बात हो, हालेलुया, हम बात में रिग्रेट करने ना पाए कि यदि मैं उस समय प्रार्थना करता, यदि मैं परमेश्वर के मुंह की ओर देखता, परमेश्वर की आलोचना मांगता, तो शायद ऐसा नहीं होता था. ചെറിയതായിരുന്നാലും വലിയ വിഷയമായിരുന്നാലും എന്തായിരുന്നാലും ആമേൻ, പിന്നീട് പശ്ചാത്തപിക്കാൻ വിഷമിക്കാൻ ഇടയാകരുത്, അന്ന് ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാൻ इस ഇടയാക്കരുത്. वचनों के साथ परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिए. परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते हैं. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. हमें भी आपकी प्रार्थना में उठाए रखिएगा. मैं जानता हूं हालेलुया, आप निरंतर हमारे लिए प्रार्थना करते हैं. आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है. थैंक यू. गॉड ब्लेस यू ऑल. परमेश्वर के अनुग्रह हम प्रेज़ लॉर्ड आपके साथ रहे. आमेन, आमेन, आमेन. प्रेज़ Amen, amen, amen.